വിനയൻ സാറിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള പേരിൽ കുറച്ച് പേര് പുറത്തായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആരിവർക്ക് എഗെയിൻസ്റ്റ് പറയുന്നു അവരെ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക, അവരെ പുറത്താക്കുക എന്നുള്ളത് ഒരുപാട് നാളുകളായിട്ടുള്ളൊരു രീതിയാണിത്. ഇതുവരെ അതിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പം ഞാൻ മാത്രമായിരിക്കാം പുറത്തേക്ക് വന്നതിന്, ഇപ്പം എനിക്ക് മാത്രമായിരിക്കും ഒരു മൈക്ക് കിട്ടുന്നത്, ബാക്കിയുള്ളവരെല്ലാം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവരുമായി അസോസിയേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലും തരത്തിൽ ഒരു മൂവ്മെന്റ് എന്തെങ്കിലും ഉണ്ടാവും? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ സംഘടനയുടെ ഭാഗമാണ്. ഞാൻ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമാണ്. ഞാൻ 14 സിനിമകൾ നിർമ്മിക്കുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു നിർമ്മാതാവാണ്. ഇനി വേറൊരു ബദൽ സംഘടന തുടങ്ങുക എന്നുള്ളതല്ല അതിൻ്റെ സൊല്യൂഷൻ. ഞാൻ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തന്നെ ഭാഗമാണ്. ഞാൻ ഇതിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. വേറെ ഒരു ബദൽ സംഘടനകളെക്കുറിച്ചും ഞാൻ ആലോചിക്കുന്നില്ല. 15ാം സിനിമ സംഭവിക്കുമോ? സംഭവിക്കുമോ, അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. അതൊരു ചോദ്യം തന്നെയാണ്. ഇമ്മീഡിയറ്റ്ലി തുടങ്ങാനിരുന്നൊരു സിനിമയാണ്. അതിനി നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതെ, കാര്യം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എഗെയിൻസ്റ്റ് ഒരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ പ്രശ്നം വരാൻ പോകുന്നത് മറ്റ് സംഘടനകളിൽ നിന്നായിരിക്കാം. കാര്യം ഇതേ സംഘടനയിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് മറ്റ് സംഘടനകളിലും ഇരിക്കുന്നത്. അപ്പം പൊതുസമൂഹത്തിന് അത് മനസ്സിലാവില്ല. പൊതുസമൂഹത്തിനൊക്കെ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ എഗെയിൻസ്റ്റ് പറഞ്ഞതുകൊണ്ട് എനിക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് എങ്ങനെ ഈ പ്രശ്നം വന്നു എന്ന് ചിന്തിക്കാം. പക്ഷേ ഇവർ തന്നെയാണ് അവിടെയും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നം വരാൻ പോകുന്നത് മറ്റ് സംഘടനകളിൽ നിന്നായിരിക്കാം. അപ്പോൾ ഇനി ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൊതുസമൂഹം എൻ്റെ കൂടെയുണ്ട്, എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ രാജ്യമല്ലേ, ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇവരെന്നെ സിനിമ ചെയ്ത് തിയേറ്ററിൽ ഇറക്കാൻ സമ്മതിച്ചില്ല, ഞാൻ യൂട്യൂബിലിടും സിനിമ ചെയ്ത്. കാര്യം എനിക്കിതേ അറിയുള്ളൂ, ഞാനിതാ ചെയ്തേക്കുന്നത്. എൻ്റെ തൊഴിൽ മേഖല ഇതാണ്. താങ്കൾ ആഗ്രഹിക്കുന്ന താരങ്ങൾ ഉണ്ടാവുമോ സിനിമയിൽ? താരങ്ങളില്ലാതെയും ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ പുതിയ ആളുകൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുത്തൊരു നിർമ്മാതാവാണ്. ഞാൻ അതിനെ ഭയക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പം ആദ്യം തന്നെ പേടി മാറിയ ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യും. പുതിയ ഇവരെ ടെക്നീഷ്യൻസ് വന്നില്ല എന്നുള്ള കാര്യം ഫെഫ്കയും ഇതുമെല്ലാം ഇവരെല്ലാവരും ഒരു കെട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ എന്നോട് സഹകരിച്ചില്ലെങ്കിൽ ഞാൻ പുതിയ ആൾക്കാരെ വെച്ച്, എത്രയോ കഴിവുള്ള ആൾക്കാർ പുറത്ത് നിൽക്കുന്നു. ഇല്ല, ഇനി ഞാൻ അവിടെ സമീപിക്കുന്നതിൽ അർത്ഥമില്ല. കാര്യം ഞാൻ ഓൾറെഡി പോലീസ് കേസുമായി പോയി കഴിഞ്ഞു. അത് തന്നെ എനിക്ക് റിപ്ലൈ വരുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യമില്ലാത്തൊരു സ്ഥലത്ത് പോയി അത് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, പോലീസ് കേസ് ഓൾറെഡി കൊടുത്തല്ലോ SIക്ക്. അതെ, ഇപ്പൊ ഹർജി അതെ. മെയിൻ ആവശ്യം അല്ല, ഇത് ശരിയായ രീതിയല്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇങ്ങനെയല്ല, ഒരു ചോദ്യത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലല്ലോ. ചോദ്യത്തിന് ആൻസർ കൊണ്ടാണ്, ചോദ്യത്തിന് മറുചോദ്യം അല്ല, പുറത്താക്കലോ അല്ല അതിന് സൊല്യൂഷൻ. അതെ, കാരണം വ്യക്തമാക്കാതെയാണ് പുറത്താക്കിയിരിക്കുന്നത്.